ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർമ്മലസഭയുടെ പ്രത്യേക മധ്യസ്ഥ എന്ന നാമത്തിലാണ് പരിശുദ്ധ കന്യകാ കർമ്മല മാതാം അറിയപ്പെടുന്നത്. ജൂലൈ 16-ാം തീയതിയാണ് തിരുസഭ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുക. പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന് വിവിധ നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് പരിചയപ്പെടാം, സ്നേഹിക്കാം. ആദ്യ നാളുകളിൽ കർമ്മലീത്ത സന്യാസികൾ കർമ്മലമലയിലെ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. അവർ അവിടെ ദേവാലയം പണിത് പരിശുദ്ധ അമ്മയെ പ്രതിഷ്ഠിച്ചു. കർമ്മലീത്ത സഭക്കാർക്ക് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ വസ്ത്രത്തോടനുബന്ധിച്ചാണ് തിരുസഭയിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കുന്നത്. 1251 ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രിയിൽ കർമ്മല സഭയുടെ പ്രയോർ ജനറലായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ മാലാഖമാരുടെ ഗണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ട് കർമ്മലീയ ഉത്തരീയം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവും ഇതുതന്നെ. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്നവൻ നശിക്കുകയില്ല. അങ്ങനെ ഈ തോൾ വസ്ത്രം കർമ്മലീത്തക്കാരുടെ വസ്ത്രമായി മാറി. പിൻകാലത്ത് ഇത് കർമ്മലീത്ത ഉത്തരീയം എന്നറിയപ്പെടുകയും ചെയ്തു. തിരുസഭയുടെ പഠനങ്ങൾ പ്രകാരം ഇത് മാതാവിന്റെ വസ്ത്രവും ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും നമുക്ക് ലഭിക്കുന്ന മാതൃ സംരക്ഷണത്തിന്റെ അടയാളവും സ്നേഹബന്ധത്തിന്റെ തെളിവുമാണ് ഈ കർമ്മലീത്ത ഉത്തരീയം. അമ്മയുടെ തിരുനാളിന് അടുത്തൊരുങ്ങുന്ന നമുക്ക് ഉത്തരീയം ധരിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും വളരാം. ഈശോയുടെ അടുത്തേക്ക് ഒരു പടി കൂടി വളരാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മക്കളായ ഞങ്ങൾക്ക് ഹൃദയ വിശുദ്ധിയിലും വിശുദ്ധരായി വളരുവാൻ സഹായിക്കണമേ. ആമേൻ.